പേരറിയാത്ത ഒരു വികാരം. ഒരു കുളത്തിൽ വലിയ നിക്കാഹ് ഫീൽ ചെയ്തു. നിറഞ്ഞു വന്ന കണ്ണ് ആരും കാണാതെ ഇരിക്കാൻ അവളും അവൻ്റെ പുറകെ ആ മുറി വിട്ടിറങ്ങി. ആദിയേട്ടാ. എന്താണ്? അത് അത് നേരത്തെ പറഞ്ഞ സത്യമാണോ? എന്ത്? ആദി ഏട്ടൻ്റെ കല്യാണം? സത്യമാണ്. എന്തേ തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അടിയൻ കല്യാണം കഴിക്കുന്നത്? 10-25 വയസ്സായി. ഇനിയും നിന്നാൽ മൂത്ത് നരച്ചു പോവും. അവൻ മുഖത്ത് ഗൗരവം നിറച്ച് പറഞ്ഞു. അത് ആദിയേട്ടൻ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാലും ആദിയേട്ടാ, നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെന്താ എന്നെ ഇഷ്ടപ്പെടാൻ? ഓ സോറി, ഞാൻ ഓർത്തില്ല. നിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പെൺപിള്ളാരെ അനാവശ്യമായി പിടിക്കുന്നവർ ആണല്ലോ. അത് ആദിയേട്ടാ, ഞാൻ അന്ന് ആ രീതിയിൽ. മതി, നിർത്ത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എങ്ങനെയാണ് എന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ താലി കെട്ടുന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ആദി ഏട്ടാ, സോറി. ഞാൻ അറിയാതെ പറഞ്ഞതാ. ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതങ്ങനെ തീരട്ടെ. ദൈവം വിധിച്ചതേ നടക്കൂ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എറണാകുളം പോവും. പിന്നെ താങ്ക്സ്. എന്തിന്? നിന്റെ കൂടെയുള്ള വഴക്ക് ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ഞാൻ ശരിക്കും മിസ് ചെയ്തു. എന്നാൽ ശരി നിഹ, നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലേക്ക് വരാം. ഇപ്പോൾ ഡ്യൂട്ടി ടൈം ആണ്. ശരി ആദിയേട്ടാ. നിഹ, പിന്നെ തൻ്റെ ഒറിജിനൽ പ്ലേസ് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അച്ഛനും അമ്മയും ബിസിനസ് മീറ്റിംഗ് പോയതുകൊണ്ട് ഞാൻ രുദ്രേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ശരി എന്നാൽ ബൈ. ശരി ബൈ. അവർ രണ്ടുപേരും പിരിഞ്ഞ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എന്തിനോ വേണ്ടി രണ്ടുപേരും കണ്ണുകൾ നിറഞ്ഞു തൂവി. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാതെ ഞാൻ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ, ദൂരേക്ക് നീ മാഞ്ഞതല്ലേ. നിക്കാഹ് തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും മനസ്സിലായില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ രൂപപ്പെടുന്നു. നിഹ, ഞാൻ ആദിയേട്ടനെ സ്നേഹിക്കുന്നു. അറിയില്ല എന്താണ് എനിക്ക് ഈ വേദന അനുഭവപ്പെടുന്നത് അറിയില്ല. അവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ചില സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴെത്താൻ അത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത ദൂരത്തേക്ക്. വേണ്ട, ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വേണ്ട. വർഷങ്ങളായി ഏട്ടനെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ തന്നെയാണ് ഏട്ടൻ സ്നേഹിക്കേണ്ടത്. അതിൽ ഒരിക്കലും ഞാൻ മൂന്നാമതൊരാളായി കയറി ശല്യം ചെയ്യാൻ പാടില്ല. ഈ ചിന്ത, ഈ നിമിഷം, ഈ നിഹ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. അതാണ് നല്ലത്. ഞാൻ കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അവൾ ഇതും ചിന്തിച്ചു കൊണ്ട് നടന്നു നീങ്ങി. ഈ സമയം ആദിയുടെ മനസ്സ് നീറി പുകയുമായിരുന്നു. രുദ്രൻ്റെ മുറിയിൽ. രുദ്രേട്ടാ. ഫോണിൽ നോക്കിക്കൊണ്ട് ഒന്ന് അലസമായി മൂളി. രുദ്രേട്ടാ. അവൻ വീണ്ടും അവളെ ദേഷ്യം പിടിക്കാൻ അത് തന്നെ തുടർന്നു. അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഡോ കാല, എന്താടി യക്ഷിപ്പെണ്ണേ? അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. കൂടുതൽ കിന്നരിക്കല്ലേ. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. നീ പറയടി. അത് രുദ്രേട്ടൻ്റെ നിഹയുടെ കാര്യമാണ്. മനസ്സിലായി. അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് നോക്കാം. പിന്നെ കഞ്ഞി കുടിച്ചോ? ക്ഷീണം മാറട്ടെ. അതിന് ഞാൻ ക്ഷീണിച്ചില്ലല്ലോ. ഡോ കാല, കൂടുതൽ കൊഞ്ചാതെ ഇത് എടുത്തു കുടിച്ചേ. പറ്റില്ല, നീ വാരിത്തരണം. അവൻ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചു. അവസാനം അവൻ വാരിക്കൊടുത്തു. അപ്പോഴാണ് ആദ്യം അവിടേക്ക് വന്നത്. ഏക, നീ പോയി ഡിസ്ചാർജിനുള്ള സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് വാ. അവൾ ആ മുറി വിട്ട് ഇറങ്ങി. നീ കതവ് കുറ്റിയിട്ടിട്ട് ഇങ്ങു വന്നേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദി രുദ്രൻ്റെ മുന്നിൽ വന്നിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു തെറി അഭിഷേകമായിരുന്നു. മോനെ, നിന്റെ വിളിച്ചാൽ എൻ്റെ അടുത്ത് ഇറക്കരുത്. പറഞ്ഞില്ലെന്നു വേണ്ട. ഇത്
എന്തൊരു തെറിയാടാ, ഈ പുതിയതും ഒക്കെ എവിടുന്ന് വരുന്നു, എനിക്ക് പഠിപ്പിച്ചു തരുമോ? അവൻ ചിരിച്ചോണ്ട് ചോദിച്ചു. ഡാ ആദി, നീ കൂടുതൽ കളിക്കല്ലേ. രുദ്രൻ ആദിയെ കൈ പിടിച്ച് പുറകോട്ട് തിരിച്ചു. അയ്യോ അമ്മേ, അവൻ കിടന്നു കാറി. കൈ വിടടാ നാറി, വേദനിക്കുന്നടാ, വേദനിക്കാൻ തന്നെ പിടിച്ചേ. എൻ്റെ പൊന്നു രുദ്ര, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തരാം. ഈ കൈ ഒന്ന് വിട്. നീ കൈ വിട്ടില്ലെങ്കിൽ ഞാൻ വികലാംഗനായി പോകും. പിന്നെ എൻ്റെ ഭാവിയിലെ പിള്ളേർക്ക് നാണക്കേടാവും. അവരുടെ അച്ഛൻ വികലാംഗനായി പോയെന്ന് ഓർത്ത്. അവൻ എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. രുദ്രനാണോ? ആണേ. ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന മട്ടിൽ പല്ല് കടിച്ചു നോക്കി. അവൻ്റെ കൈ തന്നെ അയിഞ്ഞു. ഓടാൻ പോയ ആദിയുടെ കയ്യിൽ പിടിച്ച് ഞാൻ ബെഡിലേക്കിട്ടു. അവൻ്റെ മേത്ത് കയറിയിരുന്ന തലയണ കൊണ്ട് അടിച്ചു. ആ തലയണയിൽ ചിതറി. പിന്നെ രുദ്രൻ സ്വന്തം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവൻ തന്നെ നഷ്ടം. ഡാ, എഴുന്നേറ്റ് മാറടാ പോത്തെ. നിന്റെ ഉരുക്ക് ശരീരം താങ്ങാനുള്ള ശക്തി എനിക്കില്ല എൻ്റെ പൊന്നേ. ഒന്ന് എണീറ്റ് മാറടാ പ്ലീസ്. എഴുന്നേറ്റൊക്കെ മാറാം, പക്ഷേ സത്യം എനിക്കറിയണം. എന്ത് സത്യം? അവൻ വിക്കി. മോൻ അറിയില്ലേ? ഇല്ല. ഓക്കെ ഓക്കെ ശരി, എന്നാൽ ഞാൻ പറയാം. നിന്റെ പുറകെ നടന്ന കുട്ടിയാണ് വേദിക. ഞാൻ സമ്മതിച്ചു. അത് കുട്ടിയുടെ കല്യാണമല്ലേ 1 മാസം മുമ്പ് നടന്നത്? ആ, ആണോ? സത്യം പറയടാ. ഈ രുദ്രൻ വെടക്ക് സ്വഭാവം വെളിയിൽ എടുപ്പിക്കരുത്. അറിയില്ലോ, രുദ്രനെ അടുത്താൽ ദേവനായിരിക്കും, മറിച്ച് വെറുക്കാൻ ആണേൽ രുദ്രൻ അസുരൻ ആയിരിക്കും. അത് ആരായാലും രുദ്രൻ താണ്ഡവനായിരിക്കും കാണാൻ പോകുന്നത്. എൻ്റെ പൊന്നു മോനെ, നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയാം. എനിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ അവളെ കെട്ടുന്നതിന് മുമ്പ് അവളുടെ ആധികമുള്ള ആ എല്ലുണ്ടല്ലോ, അത് ഓടിക്കണം. അതിനു വേണ്ടി കളിച്ച ഡ്രാമ ആണ്. അവൻ ഇളിച്ചോണ്ട് പറഞ്ഞു. രുദ്രൻ അവനെ നോക്കി പേടിപ്പിച്ചു. നീ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നേ? കുട്ടിക്ക് ഒട്ടും ഭയം ഇല്ലട്ടോ. എന്തായാലും കൊള്ളാട്ടോ കള്ളക്കാമുക. അവളുടെ സ്വഭാവം അറിയാവുന്നുണ്ട് പറയുക. മഹാതറയാണ്. അവളുടെ എല്ല് ഊരാൻ പോയി. അവസാനം നിന്റെ എല്ല് അവൾ ഊരി നിന്നെ ഭിത്തി തേക്കാൻ ചാൻസുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുവോ? ഏയ്, എൻ്റെ മോൾ പാവമാ. എന്നാലും അവളുടെ ആ അധികമുള്ള എല്ല് ഞാൻ ഊരും. എന്നാൽ പാവം. ആദ്യം അറിഞ്ഞില്ല ഇത് എല്ലാം കേട്ടുകൊണ്ട് നിഹ വെളിയിൽ നിന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ, ആരുടെ എല്ലാം ആണ് ഊരുന്നത് എന്ന്. എല്ലാം ജഗപുക ആയിപ്പോയപ്പോൾ എന്തൊരു സമാധാനം. അവൾ പലതും ഉറപ്പിച്ച് അവിടെന്ന് പോയി. നിഹ താരോട് ചെറിയൻ പുയ നിങ്ങൾക്ക്. അപ്പോഴാണ് ആദ്യ തിരികെ വന്ന് ഡോറിൽ മുട്ടിയത്. മോൾ വന്നോ? ഞാൻ കാർ എടുക്കാൻ പോവുക. മോൾ രുദ്രനെ കൂട്ടിക്കൊണ്ടുപോയോ? ആദിയേട്ടാ, എന്നാൽ നമുക്ക് പോയാലോ? പിന്നെ ആ വേദുവിനെ പൊളിയായിരുന്നു കാണാൻ. താൻ പോടോ കാല. തന്നെ ഞാൻ ഡിവൈസ് ചെയ്തു. നീ പോകൂ ആദു. ഞാൻ കെട്ടിക്കോളാം എൻ്റെ രുദ്രനെ. അല്ലെങ്കിൽ നല്ല പെൺപിള്ളാരെ കൊണ്ട് ഞാൻ കെട്ടിച്ചോളാം. ഇറങ്ങിപ്പോടി. ഓ, യോഗമില്ല എനിക്ക്. ചുമ്മാ പറഞ്ഞതാടി. താൻ പോടോ. തന്നോട് ഞാൻ മിണ്ടില്ല. യക്ഷിപ്പെണ്ണേ എന്ന് വിളിച്ചോണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് തിരിച്ചു. അവർ വീട്ടിലെത്തി. ആദു ദേഷ്യപ്പെട്ടു അകത്തേക്ക് കയറിപ്പോയി. നേരത്തെ നടന്നതിൻ്റെ പേരിൽ രുദ്രനാണേൽ അത് പറഞ്ഞ് നേരത്തെ ഓർത്തു സഹതപിച്ചു. പക്ഷേ വേഗം അവൻ്റെ ചുണ്ട് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ പുറകെ റൂമിൽ പോയി. ആദിയാണേൽ ദിയയെ ചൂട് പിടിപ്പിക്കാൻ സങ്കടപ്പെടുത്താനാവുന്ന 18 പണിയും നോക്കുവാണ്. അവൻ കസ്റ്റമർ കെയറിൽ നിന്ന് വന്ന കോൾ എടുത്തിട്ട് ഡയലോഗ് ചെല്ലുകയായിരുന്നു. വെറും പ്രഹസനം അവളെ കാണിക്കാൻ. അവൾക്ക് പക്ഷേ ഇത് ഗ്രാസ് ആണ്. അവളാണെ അന്തസ്സായിട്ട് അവനെ പുച്ഛിച്ചു വിട്ടു. കൂടാതെ അവൻ കാണാതെ ചിരി കടിച്ചു പിടിക്കുന്നുമുണ്ട്. ആദ്യാണേൽ അവൻ്റെ പ്ലാൻ ഒന്നും വർക്ക് ആവാത്തോണ്ട് കിളി പോയിരിക്കുവാണ്. എന്ത് പറ്റിയത് എന്നോർത്ത്. രണ്ടുപേരും പരസ്പരം ഒന്ന് പുച്ഛിച്ചു കൊണ്ട് അവരവരുടെ റൂമിലേക്ക് പോയി.
രുദ്രൻ റൂമിലേക്ക് ചെന്നപ്പോൾ ആദു ഫ്രഷായി മുടി തുവർത്തുകയാണ്. അവൻ അവളെ പിറകിൽ കൂടി കെട്ടിപ്പിടിച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ ചെവിയിൽ തട്ടി. അവൾ അവളുടെ കൈ ടേബിളിൽ ചുരുക്കി പിടിച്ചു. അവൾക്ക് അവനോട് ദേഷ്യം കാണിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് സാധിച്ചില്ല. അതിനേക്കാൾ ശരി അവൻ്റെ നിശ്വാസം അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാകും. യക്ഷിപ്പെണ്ണേ, അവൻ പതിയെ അവളുടെ ചെവിയിൽ കടിച്ചു നുണഞ്ഞുകൊണ്ട് വിളിച്ചു. അവൾക്ക് ദേഹമാകെ വിയർക്കുകയായിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. യക്ഷിപ്പെണ്ണേ, നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല ഏക. ഞാൻ ചുമ്മാതെ തമാശ പറഞ്ഞിട്ടാടി. അതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ. കടിച്ചു തിന്നാൻ തോന്നും. അവൾ തിരിഞ്ഞ് അവനെ മുറുകെ പുണർന്നു. അവൾ അവൻ്റെ കാലിൽ കയറി നിന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളുടെ ഉയർത്തി. അവളുടെ കാലുകൾ അവൻ്റെ അരയിൽ ചുറ്റി വിലഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ വാഷ്യമേറിയ ചിരി അവളെ ഒന്നും കൂടി അവനിലേക്ക് അടുപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി ചുംബിച്ചു. അവിടുന്ന് അവളുടെ ചുണ്ടുകൾ പതിയെ ഇഴഞ്ഞു അവൻ്റെ കണ്ണുകൾ പോളകളിൽ സ്ഥാനം പിടിച്ചു. അവിടെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ നാസിക തുമ്പ് വഴി ആദരത്തിലെത്തിച്ചേർന്നു. അവളുടെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളോട് ചേർന്നു. അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ മോളിലേക്ക് സഞ്ചരിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് മുറുകി. അവൾ അവൻ്റെ കീഴ് ചുണ്ടുകൊണ്ട് മേൽ ചുണ്ടും മാറി മാറി നുണഞ്ഞു. അവൻ ചുംബിക്കാൻ അവസരം നൽകാതെ അവൾ അവനെ ചുംബിച്ച് തളർത്തി. അവരുടെ നാവുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞു. കിന്നാരം പറഞ്ഞു രണ്ടുപേരും അവരുടെ മായാലോകത്തേക്കായിരുന്നു. അവൻ അവളെ കൂടുതൽ ശക്തിയോടെ അടക്കി പിടിച്ചു. അവളുടെ ചുംബനത്തിൽ ശക്തി കുറഞ്ഞതും അവൻ അതിൽ ഇരട്ടിയായി അവളെ ചുംബിച്ചു തളർത്തി. അവൻ്റെ കൈകൾ അവളുടെ മേലിൽ ഓടി നടന്നു. ശ്വാസം വിലങ്ങി മരിക്കുമെന്ന് തോന്നിയതും അവൻ അവളെ അവനിൽ നിന്നും മോചിപ്പിച്ചു. പക്ഷേ ഞൊടി ഇടയിൽ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊയ്ത്തി അവൾ പറയാൻ വന്നത് വിഴുങ്ങേണ്ടി വന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ തൊണ്ട വറ്റി വരണ്ടു. അവൻ്റെ നാവുകൾ ചുണ്ടും അവളുടെ തൊണ്ടക്കുഴിയിൽ ശക്തമായി പതിച്ചു. അവൻ്റെ പല്ലുകൾ അവളിൽ ആഴ്ന്നിറങ്ങി. അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ തല മുടിയിൽ കുരുതി വലിച്ചു. അവളുടെ നഖം അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ അവൻ്റെ നഗ്നമായ പുറത്ത് പോറലുകൾ വീഴ്ത്തി. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ കിതപ്പ് അടക്കി. അവനും അവളെ നെഞ്ചോട് കൂടുതൽ ശക്തിയിൽ അടക്കിപ്പിടിച്ച് ആർക്കും നൽകില്ല എന്ന വാശിയോടെ. രുദ്ര, താൻ എന്നെ ഓരോ നിമിഷവും തോൽപ്പിച്ചു കൊണ്ടിരിക്കുമെന്നതെൻ്റെ പ്രണയത്തിൽ കൂടി. നീ എനിക്ക് നൽകുന്ന ഓരോ ചുംബനവും എൻ്റെ ചുംബനേക്കാൾ ഒരുപാട് മുകളിലാണ്. എനിക്ക് വാശിയാണ് നിന്നെ പ്രണയിക്കണം. നീ പ്രണയിക്കുന്നതിനേക്കാൾ ഒരു പിടി മുകളിൽ. ഒരിക്കലും പറ്റില്ല ഏക. ഞാൻ പ്രണയിക്കുന്നത് പോലെ നിനക്ക് എന്നെ പ്രണയിക്കാൻ. കാരണം അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നീ എന്നെ എത്രമാത്രം പ്രണയിച്ചാലും എൻ്റെ പ്രണയത്തിൻ്റെ സ്ഥാനം അത് ഒരു പിടി മുകളിൽ ആയിരിക്കും. അത് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ പ്രണയം സത്യസന്ധനാണ്, തീവ്രമാണ്, വന്യമാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു പിടി മുകളിലാണ്. അവൻ അവളുടെ മുടി ഒതുക്കി വെച്ച് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഏക, ദാ ഈ ജനൽ കൂടി കടന്നു വരുന്ന ഈ കാറ്റിനോട് പോലും എനിക്ക് അസൂയയാണ്. കാരണം അത് നിന്നെ തഴുകി തലോടി പോകുന്നു. എനിക്ക് വാശിയാണ്. എന്നേക്കാൾ കൂടുതൽ നിന്നോട് ചേർന്നിരിക്കുന്നതിനോട്. ഈ കാറ്റ് നിൻ്റെ കാർക്കൂന്തലിൽ തൊഴുകുന്നതിന് മുമ്പേ എൻ്റെ കൈ വിരലുകളാൽ ഇത് ഒതുക്കി വെക്കണം. ഇരു ശ്വാസവും ഒരുപോലെ മന്ത്രിക്കണം. നിൻ്റെ ഹൃദയം എന്നോട് പുണരുമ്പോൾ ഒരു രാജ്യം കീഴടക്കിയ രാജകുമാരനെ പോലെ ഈ കാറ്റിനെ നോക്കി പുഞ്ചിരി തൂകണം. അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച്. അപ്പോഴാണ് നിഹ അവരെ കഴിക്കാൻ വിളിക്കാൻ വന്നത്. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവൻ അവളുടെ ചുണ്ടിൽ സിന്ദൂര മേഘയിലും അമർത്തി ചുംബിച്ചു കൊണ്ട് വിട്ടുമാറി. രുദ്രേട്ട, അത് കഴിക്കാൻ വരുന്നു മോളെ. അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആവാൻ കയറി. അവൻ നേരത്തെ നടന്ന മനോഹര നിമിഷങ്ങൾ ഓർത്ത് കട്ടിലേക്ക് ചാഞ്ഞു.